ശിഷ്യന്മാരിൽ ചിലർ മീൻ പിടിക്കുവാൻ തിബരിയാസ് കടലിൽ പോയി. ഒരു രാത്രി മുഴുവനും അവർ അധ്വാനിച്ചിട്ടും അവർ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കർത്താവ് കടൽക്കരയിൽ നിന്ന് അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നായിരുന്നു അവരുടെ മറുപടി. യേശു അവരോട് പറഞ്ഞു, പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല വീശുവിൻ. അങ്ങനെ അവർ വീശി, പെരുത്ത മീൻകൂട്ടം അവർക്ക് കിട്ടി. ഈ ഒരു അസാധാരണ സംഭവത്തിലൂടെ കുറഞ്ഞ പക്ഷം 3 കാര്യങ്ങൾ ശിഷ്യന്മാരെയും നമ്മെയും യേശു കർത്താവ് പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ പാഠം, ജീസസ് ക്യാൻ ഡു വാട്ട് വി കാൺ ഡു. നമുക്ക് കഴിയാത്തത് യേശുവിന് കഴിയും. നമുക്ക് സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നാം കരുതുന്നിടത്തോളം അത് ശ്രമിക്കുവാൻ അവിടുന്ന് നമ്മെ അനുവദിക്കും. ഒടുവിൽ ഒന്നും പിടിച്ചില്ല എന്ന് നാം സമ്മതിക്കുമ്പോൾ കർത്താവ് പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കാതെ നാം ചെയ്യുന്ന ഏത് കഠിനാധ്വാനവും ഒരുപക്ഷേ പരാജയത്തിൽ കലാശിച്ചേക്കാം. നമ്മുടെ കഴിവുകേടും കർത്താവിൻ്റെ കഴിവും നാം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം മഹത്വകരമായി തീരുന്നത്. രണ്ടാമത്തെ പാഠം, ജീസസ് ക്യാൻ ഡു മോർ ദാൻ വി ക്യാൻ ഡു. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതിൽ കൂടുതലായി യേശുവിന് ചെയ്യുവാൻ കഴിയും. കടലിൽ അധ്വാനിച്ച് മീൻപിടുത്തത്തിൽ അഭ്യാസം തികഞ്ഞവരോടാണ് കർത്താവ് പറയുന്നത്, പടകിൻ്റെ വലത്ത് ഭാഗത്ത് വീശുവീനെന്ന്. മീനുകൾ എപ്പോൾ, എവിടെ, എങ്ങനെ കൂടുമെന്നും അതിനെ എങ്ങനെ പിടിക്കാമെന്നും നന്നായി അറിയാമായിരുന്ന ശിഷ്യന്മാരോടാണ് യേശു ക്ലാസ് എടുക്കുന്നത്. ഇവിടെ യേശുവിനെ ഉപദേശിക്കാൻ മാത്രമല്ല, പ്രായോഗിക ജീവിതത്തിൽ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാനും കഴിവുള്ളവൻ കൂടിയാണ്. നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്തു തരുവാൻ കഴിവുള്ളവനാണ് നാം സേവിക്കുന്ന നമ്മുടെ യേശു കർത്താവ്. മൂന്നാമത്തെ പാഠം, ജീസസ് വാണ്ട്സ് us ടു നോ ഹിസ് അൾട്ടിമേറ്റ് കോളിംഗ്. അവിടുത്തെ പരമമായ വിളി നാം അറിയണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. മീൻപിടുത്തത്തിന് ശേഷം യേശുവുമായി ആ കടൽക്കരയിൽ പ്രാതൽ കഴിച്ചനന്തരം ശിമോനോട് യേശു പറയുന്നു, ടേക്ക് കെയർ ഓഫ് മൈ ഷീപ്പ്. എൻ്റെ ആടുകളെ മേയ്ക്ക. മീൻപിടുത്തക്കാർ ആടുകളെ മേയ്ക്കാറില്ല, അത് ഇടയന്മാരാണ് ചെയ്യുക. പത്രോസിനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആത്യന്തികമായ പദ്ധതി ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, കർത്താവിൻ്റെ വാക്കിന് നാം പ്രവർത്തിക്കുവാൻ ആരംഭിച്ചാൽ അവിടുന്ന് നമ്മെക്കുറിച്ചുള്ള പരമമായ വിളി ഇന്ന് നമ്മോടും വെളിപ്പെടുത്തുന്നതായിരിക്കും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.